മിഷൻ ശിരൂർ 11ാം ദിനം. ശിരൂർ രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. പുഴയിലെ അടിയൊഴുക്കാണ് വെല്ലുവിളിയാകുന്നത്. അതിനിടെ ദുരന്തത്തിൽപ്പെട്ട ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നില്ലെന്ന സംശയം ബലപ്പെടുകയാണ്. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ചായക്കടയിലായിരുന്നുവെന്നാണ് നിഗമനം. ലക്ഷ്മണന്റെ ചായക്കടയിൽ ലോറിയിൽ നിന്നൊരാൾ കയറിപ്പോയെന്ന് ദൃക്സാക്ഷി മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ തിരയുകയാണ് പോലീസും ദൌത്യസംഘവും. വൈകിട്ട് ചേരുന്ന ഉന്നതതല യോഗത്തിൽ തുടർ തെരച്ചിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് എം കെ രാഘവൻ 24നോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അരുൺ പാറക്കലിലേക്ക് ആദ്യം. അരുൺ, നിലവിൽ അവിടെ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്? നേരത്തെ മഴ പെയ്തിരുന്നു, ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ടോ? മണ്ണ് മാന്തിയുള്ള പരിശോധനയാണോ പ്രധാനമായി നടക്കുന്നത്? അനുജ, അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റുമാണ് ഈ പ്രദേശത്ത്. ശിരൂർ മേഖലയിൽ ഈ ഗംഗാവലി നദിയിൽ ശക്തമായ കാറ്റ് ഇപ്പോഴും ആഞ്ഞു വീശുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പാണ് അതിശക്തമായ മഴയ്ക്കൊപ്പം നമുക്ക് ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള കാറ്റ് അവിടെ ആഞ്ഞു വീശിയത്. ഇപ്പോഴും ആഞ്ഞു വീശുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പാണ് അതിശക്തമായ മഴയ്ക്കൊപ്പം നമുക്ക് ആ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള കാറ്റ് അവിടെ ആഞ്ഞു വീശിയത്. ഈ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ കാറ്റത്ത് മറിഞ്ഞു വീഴാൻ പോകുന്നൊരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. എന്തായാലും ഈ ഒരു സമയത്ത് അവിടെ ഈ തെരച്ചിൽ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സൈന്യവും നാവികസേനയും NDRFും ഒക്കെ സംയുക്തമായി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ നദിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. 7 നോട്ട്സാണ് അടിയൊഴുക്ക്. ഇതൊരു 2 കുറഞ്ഞാൽ മാത്രമാണ് നാവികസേനാംഗങ്ങൾക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് ഈ നദിയിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ ഈ ട്രക്ക് എവിടെയുണ്ട് എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കൂ. എന്തായാലും ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധി, തെരച്ചിലെ പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാറ്റും അത് രക്ഷാദൌത്യത്തെ കൂടുതൽ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്കും ഈ കാലാവസ്ഥ പ്രതിസന്ധിയാകുന്നു.